ശ്രീമദ് ഭാഗവതം ക്ലാസ് 314 സ്കന്ധം 11 22ാമത്തെ അധ്യായമായിട്ട് തത്വങ്ങളുടെ സംഖ്യ, പുരുഷനും പ്രകൃതിയും. ഉദ്ധവര് പറയുകയാണ്, ഹേ വിഘ്നേശ്വര, ഋഷികൾ നമുക്ക് വേദങ്ങളിലൂടെയാണ് പ്രപഞ്ച രഹസ്യം, പ്രപഞ്ച തത്വങ്ങൾ, നിയമങ്ങൾ എല്ലാം നമുക്ക് വേദങ്ങളിലൂടെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഋഷികൾ ആഗമങ്ങളിൽ എത്ര തത്വങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത്? ഇപ്പം നമ്മൾ എത്ര നിയമങ്ങളുണ്ട് എന്ന് ഇപ്പം ബോയ്സ് ലോ, ചാൾസ് ലോ ഇങ്ങനെയെല്ലാം പഠിക്കുമ്പോൾ പല നിയമങ്ങളുണ്ട്. അതുവരെ എത്ര നിയമങ്ങളുണ്ട് എന്നാണ്, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ എത്ര നിയമങ്ങളുണ്ട് എന്നാണ് ചോദിക്കുന്നത്. 9, 11, 5, 3 എന്നിങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് 28 തത്വങ്ങളായി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് 9, 11, 9, 11, 20, പിന്നെ 5, 3, 8, 28, അങ്ങനെ 28 തത്വങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. 2-3 പറയുകയാണ്, ചിലരത് 26 പറയുന്നു, ചിലർ 25 പറയുന്നു, ചിലരത് 7, 9, 6 പറയുന്നു, ചിലവർ 4 പറയുന്നു, വേറെ ചിലർ 11 പറയുന്നു, ചിലർ 17 എന്ന് പറയുന്നു, ചിലർ 14, 16 എന്ന് പറയുന്നു, ചിലർ 13 എന്ന് പറയുന്നു. ഇത്തരത്തിൽ പലതായി ഏതിനെ അടിസ്ഥാനമാക്കി പറയുന്നു? ഇത് താങ്കൾ ഉപദേശിച്ചതെന്നാണ്. ഇങ്ങനെ തത്വങ്ങൾ കുറേ ഉണ്ടെന്ന് പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഉദാഹരണമായിട്ട് സയൻസ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദം പറയുന്ന 4 ഉള്ളൂ. സയൻസ് ആൻഡ് ടെക്നോളജി, 3 സയൻസ്, 1 ടെക്നോളജി. ഋഗ്വേദം, യജുർവേദം, സാമവേദം സയൻസ്, അഥർവവേദം ടെക്നോളജി. അങ്ങനെ 4 ഉള്ളൂ. അതിലൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ബ്രഹ്മം തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ 4 പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ആധുനിക സയൻസോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അങ്ങനെയൊന്നുമല്ല. കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ബോട്ടണി ഇങ്ങനെ പലതായിട്ട് പറയും. 2 ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർഗം ഉപയോഗിച്ചിട്ടാണ് 4 തിരിച്ചത് വേദവാദികൾ, ഋഷികൾ. നമ്മളത് വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചു. ഈ ആറ്റങ്ങളെല്ലാം പറ്റി പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കെമിസ്ട്രി എന്ന് പറയാം. എന്നാൽ വേറെ കെമിസ്ട്രി എന്ന് പറയാൻ പറ്റില്ല. അതിനെന്ത് പറയണം? ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഇങ്ങനെയെല്ലാം പലതായിട്ട് പറയേണ്ടി വരും. മാത്സ് എത്രയും മാത്സ് എന്ന് പറഞ്ഞാൽ ചിലവർ പറയും മാത്സ് ഒന്നാണ്, മറ്റേ മാത്സ് പഠിച്ചവർ പറയാം അങ്ങനെയൊന്നുമല്ല, അത് ഓൾജിബ്ര ഉണ്ട്, അനാലിറ്റിക്കൽ ജോമെട്രി ഉണ്ട്, ഇങ്ങനെയെല്ലാം പറയും. അപ്പോൾ അത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റൊന്നുമല്ല, എല്ലാം ശരി തന്നെയാണ്. ഇത് തന്നെയാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. അത് ഓരോരുടെ ഭാവനയനുസരിച്ച് ചിലവർ വിസ്തരിച്ച് പറയും, ചിലവർ ചുരുക്കി പറയും. ഇതിങ്ങനെ തത്വങ്ങൾ, പ്രപഞ്ച നിയമങ്ങൾ പലതായിട്ട് പറയും. അപ്പം കൃഷ്ണൻ പറയുകയാണ് 4 ഋഷികൾ എങ്ങനെയെല്ലാം പറഞ്ഞുവോ അവയെല്ലാം ഉചിതം തന്നെയാണ്. പറഞ്ഞാലും ശരി തന്നെയാണ്. അവർ എങ്ങനെ പറഞ്ഞാലും അവയിൽ എല്ലാ തത്വങ്ങളും അടങ്ങിയിരിക്കുന്നു. ആരെങ്ങനെ പറഞ്ഞാലും അതിലെല്ലാം പറഞ്ഞിരിക്കുന്നു, അടങ്ങിയിരിക്കുന്നു. 4 വേദങ്ങളിലെ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ട്. ആധുനിക സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് കെമിസ്ട്രി, ഫിസിക്സ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. ഇനി കെമിസ്ട്രീനെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ല, കെമിസ്ട്രി എന്ന് പറയുന്നത്, കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഓർഗാനിക്, ഫിസിക്കൽ കെമിസ്ട്രി ഇങ്ങനെയെല്ലാം വരും. ഓർഗാനിക് കെമിസ്ട്രി എല്ലാം അതിലടങ്ങിയിരിക്കും. അല്ലെ ഇനി വ്യത്യസ്തമായിട്ട് ഇൻഓർഗാനിക്, ഓർഗാനിക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാം അതിലെല്ലാം അടങ്ങിയിരിക്കുക. അതിലൊന്നും കാര്യമില്ല.
എൻ്റെ മായയെ സ്വീകരിച്ചവർക്ക് ഏതാണ് ഉചിതമല്ലാതിരിക്കുക? മായയാലാണ് എല്ലാത്തിനെയും വ്യത്യസ്തമായിട്ട് നമ്മൾ ഭേദഭാവം മായയിൽപ്പെടുമ്പോഴാണ് ഭേദഭാവമുള്ളത്. അപ്പോൾ ഓരോ ആളും അതിനെ വ്യാഖ്യാനിച്ച് പലതായി പറയും. അതെല്ലാം ശരി തന്നെയാണ്. ചിലവർ അള്ളാന്ന് പറയും, ചിലവർ യഹോവ എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ. അടിസ്ഥാനപരമായിട്ടല്ല ഒരൊറ്റ ബ്രഹ്മം തന്നെ. 5. നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും അത് ഞാൻ പറയുന്ന പ്രകാരമായിരിക്കും. എന്താണോ ഞാൻ ശാസ്ത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ആ പരമാത്മാവ് ബ്രഹ്മം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അതാ അള്ളാന്നോ യഹോവന്നോ എന്തോ പറഞ്ഞു. അതുപോലെ ഞാൻ ശാസ്ത്രങ്ങൾ എങ്ങനെ പറഞ്ഞാലും അതെല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. എങ്ങനെ പലതുമായി കാണുവാൻ കാരണം വിവാദം നടക്കുന്നവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത എൻ്റെ മായ തന്നെയാണെന്ന് കാണണം. ഈ വിവാദത്തിനെല്ലാം കാരണമാകുന്നത് എൻ്റെ മായയാണ്. മായയിൽപ്പെടുമ്പോൾ ഭേദഭാവമുണ്ടാകും. ഭേദഭാവം ഉണ്ടാകുമ്പോൾ ഒരാൾ അവരവരുടെ മനസ്സ് തോന്നുവാൻ വ്യാഖ്യാനിക്കും. ചിലവർ 2 പറയും, ചിലവർ 10 പറയും, ചിലവർ 16 പറയും. ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണോ എന്ന് ചോദിച്ചാൽ ചിലവർ പറയാം ബിരിയാണി ഒരു വിഭവമാണ് ബിരിയാണി. എന്നാൽ ചിലവർ പറയാം അങ്ങനെയൊന്നുമല്ല, ബീഫർ ബിരിയാണി ഒന്നൊന്നുമല്ല, മലബാർ ബിരിയാണി ഉണ്ട്, കൊച്ചിൻ ബിരിയാണി ഉണ്ട്, ബാംഗ്ലൂർ ബിരിയാണി ഉണ്ട്, ഇങ്ങനെയെല്ലാം പറയും. അത് ഭേദഭാവം കൊണ്ടാണ്. അതെല്ലാം എൻ്റെ മായയാണ് കാരണം. സപ്തരജു 6 സപ്തരജോ തമോ ശക്തികളുടെ പ്രക്ഷോഭം നിമിത്തം ഭേദമുണ്ടായി. സപ്തരജോ തമോ ഗുണങ്ങൾ കൊണ്ടാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പറഞ്ഞു തന്നെയായതുകൊണ്ട് വിസ്തരിക്കുന്നില്ല. അതിൻ്റെ ക്ഷോഭം നിമിത്തമാണ് ഭേദമുണ്ടായത്. മനസ്സും ഇന്ദ്രിയങ്ങളും അടക്കുന്നതിലൂടെ ഈ ഭേദമില്ലാതാകും. അപ്പം മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിക്കഴിഞ്ഞാൽ ഭേദമില്ലാതാകും. അപ്പം വാദവും ശമിക്കും, പിന്നെ തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല. സയൻസ് ഒന്നേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ബ്രഹ്മമാണ് സയൻസ്, സത്യം. എല്ലാ ജ്ഞാനവും ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. പക്ഷെ വേദമാകുമ്പോഴേക്ക് വേദവ്യാസൻ അതിനെ വ്യസിച്ചു, ഭേദഭാവമുണ്ടാക്കി. വേദവ്യാസൻ വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്, ഒന്നേ ഉള്ളൂ. പ്രപഞ്ച നിയമങ്ങളെല്ലാം അടങ്ങിയത്. അപ്പം നമ്മൾ ആത്മീയതയോട് ഇന്ദ്രിയങ്ങളെ അടക്കി വരുമ്പോൾ എല്ലാം ഒന്ന് തന്നെ ബ്രഹ്മം തന്നെ. വേദവ്യാസൻ അതിനെ വ്യസിച്ചിട്ട് നമ്മൾ കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്നത് പോലെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇങ്ങനെ 4 ആക്കി മാറ്റി. അപ്പോൾ ആ ഭേദഭാവം ഇല്ലെങ്കിൽ എല്ലാം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മതി. ജ്ഞാനം, വേദം ജ്ഞാനമാണ്, തീർന്നു. അത് ഏത് ജ്ഞാനമായാലും വേണ്ടിയില്ല. ആധുനിക സയൻസ് കണ്ടെത്തുന്നതായാലും വേണ്ടിയില്ല, വേദത്തിലുള്ളത് കണ്ടെത്തുന്നവരായാലും വേണ്ടിയില്ല, ചൈനക്കാർ കണ്ടെത്തിയാലും വേണ്ടിയില്ല, റഷ്യക്കാർ കണ്ടെത്തിയാലും വേണ്ടിയില്ല, അമേരിക്ക കണ്ടെത്തിയാലും വേണ്ടിയില്ല. എല്ലാം ഒരേ ജ്ഞാനം തന്നെയാണ്, വേദം തന്നെയാണ്. 7 തത്വങ്ങൾ ഒന്നിനുള്ളിൽ ഒന്ന് എന്ന ക്രമത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പറയുന്നവരെന്ത് ചെയ്യുന്നു? കാര്യകാരണ സഹിതം പറയപ്പെടുന്നു. അതിനെ പലതരത്തിൽ പറയുന്നവൻ അവൻ്റെ ഭാവനക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് പറയുന്നു.
ന്യൂട്ടൺസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺസ് ലോ, പ്രപഞ്ച നിയമം. പിന്നെ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്നുണ്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അതിൻ്റെ അകത്ത് കയറി നോക്കുമ്പോഴാണ്. ഇനി ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വേറെ തത്വങ്ങൾ വേറെയും വരും. അപ്പോൾ ഒന്നും മറ്റൊന്നിൽ ചേർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എല്ലാ കെമിസ്ട്രിയാണ്. അതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിന് എങ്ങനെ പറയാം? ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഇങ്ങനെയെല്ലാം തിരിച്ചു പറയാം. അത്ര ഇതിൽ അതെല്ലാം പറയുന്ന ആൾ അതിനനുസരിച്ച് പറയും. 8. കാരണരൂപമായ തത്വത്തിൽ അന്യകാരണങ്ങളെല്ലാം അന്യതത്വങ്ങൾ മണ്ണിൽ കുടം പോലെ ഒളിഞ്ഞു കിടക്കുന്നു. മണ്ണിലെത്തുണ്ട്, കുടമുണ്ട്. ആ മണ്ണെടുത്തിട്ട് അങ്ങനെ കുടമാരിയാക്കി വെച്ചാൽ അത് കുടമായി മാറും. മണ്ണെടുത്തിട്ട് കട്ടമാരിയാക്കി വെച്ചാൽ അത് കല്ലായിട്ട് കട്ടയായിട്ട് മാറും. എല്ലാത്തിനും ഒളിഞ്ഞു കിടക്കുകയാണ്. അതുപോലെ സയൻസിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പലതും. അതിനെല്ലാം ഓരോന്നായിട്ട് വേണ്ടിക്ക് പുറത്തേക്ക് എടുക്കാം. എല്ലാത്തിൽ കുടത്തിൽ മണ്ണ് പോലെ കാര്യതത്വം എല്ലാം അടങ്ങിയിരിക്കുന്നു. ഇതിൽ പരസ്പരം എല്ലാത്തിലും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇനി 9. ആയതിനാൽ ഈ തത്വങ്ങളുടെ കാര്യകാരണം മൂലമുള്ള ഉയർച്ച താഴ്ചകളെപ്പറ്റി പറയുന്നവർ അവരുടെ ആഗ്രഹമനുസരിച്ച് അവരുടെ വായിലൂടെ അവർ ഇച്ഛിക്കുന്ന തരത്തിൽ പറയുന്നു. അവർ പറയുന്നതെല്ലാം മനുഷ്യർ അവരുടെ യുക്തിയിലൂടെ ഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓരോ ആളും ഓരോ തരത്തിൽ ഭാവന ചെയ്തുകൊണ്ട് അതിനെ വിഭജിച്ചിട്ട് പലതായിട്ട് പറയുന്നു. അത് പറയുന്ന ആൾക്കാരുടെ സൗകര്യം. കേൾക്കുന്നവര് അവരുടെ യുക്തി ഉപയോഗിച്ചിട്ട് ഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പറയേണ്ടാക്ക അവരുടെ യുക്തി ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന തത്വം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ശരി. ബാക്കി തത്വമല്ല, കുറച്ചാണെങ്കിലും ആകെ 3 തത്വം എന്ന് പറയുകയാണെങ്കിൽ ആ 3-ൽ എന്തുണ്ട്? മറ്റുള്ള തത്വങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. എല്ലാം നീട്ടി വലിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പം 21, 11 എന്നെല്ലാം പറഞ്ഞേക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. പക്ഷേ മനുഷ്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ് പറയുന്നത്. അവിദ്യയായ ജീവന്, അതായത് പൊതുവെ ജ്ഞാനം കുറഞ്ഞ മനുഷ്യന് ആത്മജ്ഞാനം സ്വയം സംഭവിക്കാത്തതിനാൽ, ആത്മജ്ഞാനം എന്താണ് ബ്രഹ്മം എന്ന ജ്ഞാനം സ്വയം നേടാൻ പറ്റില്ല. അതിനാൽ തത്വങ്ങൾ അറിഞ്ഞ വേറെ ഒരാൾ ഈശ്വര ജ്ഞാനം നൽകുവാൻ വേണം. അപ്പം ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അതറിയുന്ന ഒരാൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. 11 എന്നാണ് പറയുന്നതെന്ന് വെച്ചാൽ, ജീവേശ്വരന്മാർക്ക്, നമ്മളെ ഉള്ളിലുള്ള ജീവാത്മാവിന് അല്ലെ ആത്മാവിന് സ്വരൂപത്തിൽ അണുമാത്ര പോലും ഭേദമില്ല. എന്നിലുള്ളതും ഏതിലുള്ളതുമായ ജീവാത്മാവിന് അവർ തമ്മിൽ വലിയ ഭേദമൊന്നും ഇല്ല, ഉള്ളിൽ കിടക്കുന്ന. കാരണം ഒരേ ബ്രഹ്മം തന്നെയാണ് എല്ലാമായി മാറിയത്. അപ്പോൾ എല്ലാത്തിലുള്ളത് ഒന്ന് തന്നെയാണ്. അതിനാൽ അവർക്ക് ഭേദം കൽപ്പിക്കുന്നത് നിഷ്പ്രയോജനമാണ്. അവർക്ക് ഭേദം കൽപ്പിക്കുന്നതിന് അർത്ഥമില്ല. അപ്പം അതെല്ലാം ഒന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ ജ്ഞാനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ജ്ഞാനം പ്രകൃതിയുടെ ഗുണമാണ്. പ്രകൃതിക്കാണ് ഗുണങ്ങളുള്ളത്, അല്ലാതെ ആത്മാവിൻ്റെ രൂപവും ഭാവവും ഒന്നും ഇല്ല. പ്രകൃതിക്ക് വ്യത്യാസമുണ്ട്, ഗുണങ്ങളുണ്ട്. അത് തെങ്ങാണ്, ഇത് മാവാണ്, തെങ്ങിന് ഒരൊറ്റ തടിയാണ്, അല്ല മാവിന് പല ശാഖകളാണ്. ഈ ഗുണങ്ങളെല്ലാം പ്രകൃതിക്കാണുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ജ്ഞാനം മുഴുവൻ കിടക്കുന്നത്.
അല്ലാതെ ബ്രഹ്മത്തെ പറ്റിയുള്ള ഒരു ജ്ഞാനം അതിന് രൂപവും ഭാവവും അത്രയേ ഉള്ളൂ. അതിനെ മനസ്സിലാക്കാനും പറ്റില്ല, തീർന്നു അതിനെപ്പറ്റിയുള്ള ജ്ഞാനം. ഇപ്പം സത്വാദി ഗുണങ്ങളെല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 12. അപ്പോൾ സത്വരജോ തമോ ഗുണങ്ങൾ സമമായി പ്രകൃതിയിലുണ്ട്. ഈ സത്വരജോ തമോ ഗുണങ്ങൾ സമമായി നിൽക്കുണ്ടായതാണ് ഈ പ്രകൃതി. കാരണം പ്രകൃതി അങ്ങനെ സ്ഥായിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതൊരു സന്തുലനാവസ്ഥയിൽ അങ്ങനെ പ്രകൃതിയിൽ നിൽക്കുകയാണ്. ഈ പ്രകൃതിയിൽ നടക്കുന്ന സംഭവങ്ങൾ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഈ സത്വഗുണം രജോ ഗുണം തമോ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളും പ്രകൃതിയുടെ ഗുണങ്ങൾ തന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളാണ്. അത് ജീവൻ്റെ ഗുണങ്ങളല്ല, നമ്മുടെ ആത്മാവിൻ്റെ ഗുണങ്ങൾ അല്ല. പിന്നെയോ അതിനാൽ സൃഷ്ടിസ്ഥിതി മൂലായ കാരണങ്ങൾക്ക് അത് ആശ്രയമായിരിക്കുന്നില്ല. ജീവാത്മാവിന് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊന്നും ഇല്ല. ഇനി 13 പറയുന്ന സത്വഗുണമാണ് ജ്ഞാനവുമായിട്ട് അടുത്ത് നിൽക്കുന്നത്. സത്വഗുണം എന്ന് പറഞ്ഞാൽ ശാന്തമായ അവസ്ഥ. ശാന്തമായ അവസ്ഥയിലൂടെ നമുക്ക് ജ്ഞാനം നേടാൻ പറ്റും. അപ്പം സത്വഗുണം ജ്ഞാനം വൃത്തി പ്രവർത്തിക്കുന്നത് രജോ ഗുണം ആക്റ്റീവ് ആവുക. ന്യൂട്ടൻ്റെ സെക്കൻഡ്. അജ്ഞാനം തമോ ഗുണമാണ്, ന്യൂട്ടൻ്റെ തേർഡിൽ. ഈ ഗുണവിക്ഷേപങ്ങൾക്ക് കാരണം എന്താണ്? കാലമാകുന്നു. കാലത്തിൻ്റെ പോക്കനുസരിച്ചാണ് ഇവ ഓരോ കാലഘട്ടത്തിൽ വിക്ഷോഭം സംഭവിച്ചിട്ട് ചിലപ്പോൾ സത്വഗുണം രജോ ഗുണമായി പരിണമിക്കും. അവൻ ചാടിപ്പിടിച്ച് ഓരോന്ന് ചെയ്യും. ചിലപ്പം തമോ ഗുണം മുമ്പ് ഉണ്ടാകുമ്പം അവനൊരുമാതിരി എല്ലാത്തിലും ഒരു സമൂഹത്തിൽ എതിർ നെഗറ്റീവ് ചിന്താഗതികളോടുകൂടി പെരുമാറാൻ തുടങ്ങും കാലമനുസരിച്ച്. അതിനെ സ്വഭാവസൂത്രം എന്നറിയപ്പെടുന്ന മഹത്തത്വം തന്നെയായിട്ട് നമ്മൾ അതിനെ വലിയൊരു തത്വമായിട്ടെടുക്കാം. കാലമാണ് സത്വരജോ തമോ ഗുണങ്ങളെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഒന്നിനെ ഉയർത്തിയും താഴ്ത്തിയും ചെയ്തുകൊണ്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇനി ഉദ്ധവർ ചോദിച്ച 9, 11, 5, 3 അങ്ങനെ 28 തത്വത്തിൻ്റെ ആ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറയുകയാണ്. പ്രപഞ്ചത്തെ വേണ്ടിയിൽ ഇങ്ങനെയെല്ലാം പറയാം. ഏതെല്ലാമാണ്? ആദ്യം 9 എന്താണെന്ന് നോക്കാം. 14 പറയുന്നു പുരുഷനും പ്രകൃതിയും. അതാണ് ആദ്യം ഉണ്ടായത്, ദ്വയമായിട്ട്. എല്ലാം ദ്വയമായി. പുരുഷൻ പ്രേരക ശക്തി, അതിലൂടെ പ്രപഞ്ചം ഉണ്ടാകുന്നു. ഇനി പ്രപഞ്ചമുണ്ടാണ്ടിക്ക് എന്ത് വേണം? മഹാതത്വം വേണം, സയൻസ് വേണം. സയൻസിലൂടെയാണ് സൃഷ്ടി നടക്കുന്നത്, വേദങ്ങൾ. അപ്പം പുരുഷൻ പ്രകൃതിയായി, മഹാതത്വമുണ്ടായി. തത്വമുണ്ടായാൽ പിന്നെ അത് നടപ്പാക്കണ്ടെങ്കിൽ ഞാൻ എന്നൊരു അഹങ്കാരം ഉണ്ടാവും. അപ്പം ഞാൻ എന്നൊരു അഹങ്കാരവും ഉണ്ടായി. ഇപ്പം പ്രകൃതി, പുരുഷൻ, മഹതത്വം, അഹങ്കാരം 4ആയി. പിന്നെ പഞ്ചഭൂതങ്ങൾ. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ലോകത്തിലെല്ലാം നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. ആകാശം, വായുതത്വം, തേജസ് തത്വം, ജലതത്വം, പൃഥ്വിതത്വം. അങ്ങനെ 9 തത്വങ്ങൾ. നേരത്തെ പറഞ്ഞ 9, 11, 5 എന്നതെല്ലാം പറഞ്ഞത്. 3 പിന്നെ അതാണ് 28 തത്വങ്ങളായിട്ട് പറഞ്ഞത്. അപ്പോൾ 9 പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് വേണം? 11 നോക്കാം. പിന്നെ അകത്തുള്ള തത്വങ്ങളാണ്. ഇങ്ങനെ പ്രപഞ്ചമുണ്ടായപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് കാത്, ജ്ഞാനേന്ദ്രിയങ്ങളാണ് കേൾക്കാൻ, കാത്, ചർമ്മം, ത്വക്ക് സ്പർശിച്ചു നോക്കാൻ, കണ്ണ് കാണാൻ, മൂക്ക് മണക്കാൻ,
നാക്ക് രുചിക്കാൻ, ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും, പിന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് കർമ്മം ചെയ്യാൻ വേണ്ടത്, ജോലി ചെയ്യുക. അപ്പോൾ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഏതെല്ലാമാണ്? വാക്ക്, കൈ, ഉപസ്ഥം, വായു, കാല്, ഇങ്ങനെ 5 കർമ്മേന്ദ്രങ്ങൾ. അപ്പം 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രം, 5 5 10. പിന്നെ ഇതിനെ വർക്ക് ചെയ്യേണ്ടിരിക്കില്ല, അതിൻ്റെ അടുത്തൊരു മനസ്സും ഉണ്ടാകണം. അപ്പം ആദ്യത്തെ 9 11 അതിനൊരു വിഘടനം നടന്നു. അപ്പോൾ 9 11 പിന്നെ ശബ്ദം വിഷയമായ ആകാശം. ആകാശം ശബ്ദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകാശം എന്ന് പറഞ്ഞാൽ ഊർജം തരംഗ രൂപത്തിൽ പോകുന്ന, അങ്ങനെ അറ്റമില്ലാതെ കിടക്കുകയാണ്. അവിടെ തരംഗ രൂപത്തിലെല്ലാം പോകും. അപ്പോൾ ആകാശം ശബ്ദവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. സ്പർശം വായുവായിട്ടാണ്. വായുവിനെ നമുക്ക് തൊട്ടു നോക്കാനേ പറ്റുള്ളൂ, വായുവിനെ, അല്ലാതെ കാണാനൊന്നും പറ്റില്ല. രൂപം എന്തിനെ കൊണ്ട്? തേജസ്, കണ്ണുകൊണ്ട്. രസം ജലത്തിലൂടെ. ഗന്ധം പൃഥ്വി, അതായത് 5 പഞ്ചഭൂതങ്ങൾ, 5 നമ്മളുടെ സ്പർശനം, രൂപം ഇതിൻ്റെ ആയിട്ട് പ്രതിനിധിയായിട്ട് അവിടെ കിടക്കുകയാണ്. ഇതാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഇവയുടെ ഫലമായിട്ടുണ്ടാകുന്ന ചില സ്വഭാവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഗമനം, ഭാഷണം, മലമൂത്ര വിസർജനം, കൈകൊണ്ട് തൊഴിൽ ചെയ്യുക, ഇവയെല്ലാം കർമ്മേന്ദ്രിയങ്ങളുടെ ഫലമാണ്. പക്ഷേ ഇവയൊന്നും തത്വമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇനി 17 പറയുകയാണ്, കാര്യങ്ങളായ 16 വികാര രൂപങ്ങളും കാരണങ്ങളായ 7 മഹാരൂപങ്ങളും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട്, പ്രകൃതിയുടെ സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ 16 7 പറ്റി പിന്നീട് പറയും. സത്വമം മുതലായ ഗുണങ്ങളാൽ ഇവ ചേർന്ന പ്രകൃതി സൃഷ്ടിയുടെ ആരംഭത്തിൽ സത്വ മുതലായ ഗുണങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ധർമ്മം മുതലായ അവസ്ഥകളെ ആദ്യം ധരിക്കുന്നു. ധർമ്മങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട, സൃഷ്ടിയായിട്ട് ബന്ധപ്പെട്ട ചില ധർമ്മങ്ങൾ, തത്വങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു. പുരുഷൻ പരിണാമരഹിതനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. പുരുഷൻ ഇതിൽ നേരിട്ടിടപെടുന്നില്ല. പുരുഷനും പ്രകൃതിയാണ് പല വികാരങ്ങളുടെ, പല ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടിസ്ഥിതി നടത്തുവാനായിട്ട് പല തത്വങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ധർമ്മങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. പക്ഷെ പുരുഷൻ അതിൽ നോക്കിയിരിക്കുന്നു. അതിനാൽ പുരുഷൻ പ്രകൃതിയിൽ നിന്നും അന്യമായിട്ടാണ് നിൽക്കുന്നത്. അത് ചേർന്ന് നിൽക്കുന്നില്ല, അന്യമായിട്ടാണ് പുരുഷനും പ്രകൃതിയും നിൽക്കുന്നത്. പ്രകൃതിയിൽ നിന്നുമുണ്ടായ 18 പറയാണ്, മഹത്തത്വം ഒന്നായി ചേർന്ന് വികാരം ഭവിച്ച് പ്രകൃതിയുടെ ഫലം കൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. ഈ നേരത്തെ പറഞ്ഞ തത്വങ്ങളെല്ലാം കൂടിയിട്ട് പ്രകൃതി അതിൻ്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചു. അതിൻ്റെ ഫലം എന്താണ്? ഈ പറയുന്ന സയൻസ് തത്വങ്ങളെല്ലാം. ഈ സയൻസ് തത്വങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി എന്ത് ചെയ്യുന്നു? ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുന്നു. പുരുഷൻ പ്രേരക ശക്തിയായിട്ട് ദൂരെ നോക്കി നിൽക്കുന്നു. ആകാശം പോലെയുള്ള 5 പദാർത്ഥങ്ങളും ജീവനും ദൃശ്യം എന്നീ രണ്ടിനും ആധാരമായ ആത്മാവും 7 തത്വങ്ങൾ. ഇനി നേരത്തെ പറഞ്ഞ 7 തത്വങ്ങളെ പറ്റി പറയുകയാണ്. ആകാശം പോലുള്ള 5 തത്വങ്ങൾ ഏതാണ്?
പഞ്ചഭൂതങ്ങൾ, ആകാശം, ഭൂമി, ജലം, വായു, ഇവയെല്ലാം 5 തത്വങ്ങളും ജീവനും എത്രയായി? 6. ദൃശ്യം, ദൃഷ്ട എന്നിവയ്ക്ക് ആധാരമായ ആത്മാവും കൂടിയതാണ് 7 തത്വങ്ങൾ. അപ്പം 7 തത്വങ്ങളായിട്ട് പറഞ്ഞതെങ്കിൽ അതിങ്ങനെയാണ്: ആത്മാവ്, ജീവൻ, പഞ്ചഭൂതങ്ങൾ. ഇങ്ങനെ പ്രപഞ്ചത്തെ പറയാം. പ്രപഞ്ചം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഏതുകൊണ്ടാണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അപ്പം പഞ്ചഭൂതങ്ങൾ വെച്ച എല്ലാ പ്രപഞ്ചവുമായി. പക്ഷേ ജീവനും ഇതെല്ലാം പറ്റിക്കൽ അതിനെന്ത് വേണം? ജീവനും വേണം. ജീവനും കൂടിയായ ചുരുക്കി പറയാം, പഞ്ചഭൂതങ്ങളെ കൊണ്ടും ജീവനെ കൊണ്ടും പിന്നെ എല്ലാത്തും ആത്മാവിനെ മാറ്റാൻ പറ്റില്ല, ആത്മാവ്. അപ്പോൾ 7 തത്വവും ശരി തന്നെയാണ്, ഇങ്ങനെയും വേണ്ടിക്ക് പറയാം. ഈ 7 തത്വങ്ങളിൽ നിന്ന് ദേഹം, ഇന്ദ്രിയം, പ്രാണൻ ഇവ ഉണ്ടായി. ഇതിലൂടെയാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇനി 6 തത്വമായിട്ട് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. നേരത്തെ പറഞ്ഞല്ലോ 7, 6 ഇങ്ങനെ ചിലവരിങ്ങനെയല്ല ഋഷികൾ എഴുതി വെച്ചിട്ടുണ്ട് 6 തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ 6 തത്വത്തിൻ്റെ പറഞ്ഞോ പറയാം എന്ന് പറയുകയാണ്. 5 തത്വങ്ങളും പരമാത്മാവും. 5 തത്വങ്ങളെ കൊണ്ടാണ്, അതായത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ട്. ആരുണ്ടാക്കി? പരമാത്മാവ് ഉണ്ടാക്കി. അപ്പം 6ലും പറയാം, തെറ്റൊന്നുമില്ല. ഇതിൽ പരമാത്മാവ് തന്നിൽ നിന്ന് തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് പഞ്ചഭൂതങ്ങളിലൂടെ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൽ അന്തരാമിയായിട്ട് ഇരിക്കുന്നു. അപ്പം എല്ലാം പൂർണ്ണമായി. ഇനി 24 പറയാണ്, 4 തത്വപ്രകാരം പറയാം. ഇങ്ങനെ 4 തത്വത്തിൽ പറയണമെങ്കിൽ ചുരുക്കി പറയാം. എന്താണ്? ഭൂമി, ജലം, അഗ്നി. ആകാശം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നതാണല്ലോ. അപ്പം ആകാശത്തെ വിടാം. അപ്പം ഭൂമി, ജലം, അഗ്നി. വായുവിനെ വിടണ്ട, വായുവിനെ വിട്ടേക്ക. ജലം തന്നെയാണ് വായുവായി മാറുന്നത്. ഭൂമി, ജലം, അഗ്നി. അഗ്നിനെ കൊണ്ട് ജലത്തെ ചൂടാക്കി കഴിഞ്ഞാൽ അത് വായുവായി തീരും. അഗ്നി ഉപയോഗിച്ചിരിക്കുന്ന വേണ്ടിക്ക് വായുവാക്കാം. അപ്പം അതിനെ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൻ്റെ കൂടെ എന്ത് വേണം? ആത്മാവും വേണം. അപ്പം 4 തത്വമായിട്ടും പറയാം. ഇതിൽ നിന്ന് പ്രപഞ്ചം 4ൽ നിന്നും ഉണ്ടായി. ഇനി 25 പറയുകയാണ്. ഇനി 17 വെച്ചിട്ട് ഈ 17 തത്വം വെച്ചാണ് പ്രപഞ്ചമുണ്ടായതെന്ന് പറയേണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങൾ. അപ്പം തന്നെ പ്രപഞ്ചമായി. പിന്നെ 5 തന്മാത്രകൾ, അതിൻ്റെ സൂക്ഷ്മ രൂപങ്ങളാണ് 5 തന്മാത്രകൾ. പിന്നെ 5 ഇന്ദ്രിയങ്ങൾ, മനസ്സും ആത്മാവും. അപ്പം എത്രയായി? 17ആയി. അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഇനി 16 തത്വം വെച്ച് പറയണ്ടെങ്കിലോ 26 പറയുകയാണ്. 5 മഹാതത്വങ്ങൾ, 5 തന്മാത്രകൾ. അപ്പം 5 5 10. പിന്നെ 5 ഇന്ദ്രിയങ്ങൾ 15. പിന്നെ മനസ്സ് എന്ന് പറയുമ്പോൾ അതിൽ ആത്മാവ് എല്ലാം പെടും. അതിൻ്റെ പിന്നെ പ്രത്യേകിച്ച് പറയുന്നത് വേണ്ട. മനസ്സ് എന്നത് ആത്മാവിൻ്റെ ഭാഗമായിട്ട് അങ്ങ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ 16ലും പറയാം. ഇനി 13 തത്വം വെച്ച് പറയണോ? 5 തന്മാത്രകൾ, 5 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ജീവൻ, പരമാത്മാവ്. ഇങ്ങനെ വന്നിട്ട് 13 വെച്ചിട്ടും പ്രപഞ്ചമുണ്ടായത് പറയാം. ഇനി 24 പറയുകയാണ്. 11 തത്വം വെച്ച് പറയണം. പഞ്ചമഹാഭൂതങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, ആത്മാവ് ഉണ്ടായ പിന്നെ എല്ലാം ആയല്ലോ. അങ്ങനെ വേണ്ടിയിട്ട് 11 വെച്ചിട്ടും പറയാം. ഇനി 9 വെച്ചിട്ട് പറയണോ? 9 വെച്ചിട്ടും പറയാം. 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു ഈശ്വരനെ അങ്ങ് കൂട്ടിയാൽ മതി. ഇതാണ് പ്രകൃതിയായിട്ട് മാറിയത്. എന്നിട്ട് പറയുകയാണ് 25 ഇങ്ങനെ പുരുഷൻ പ്രകൃതി ഭേദം അറിയിക്കുവാനായിട്ട്, സൃഷ്ടിക്രമം അറിയിക്കുവാനായിട്ട് ഋഷികൾ പല തത്വങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. സർവവും യുക്തിക്ക് യോജിച്ചതും
ന്യായവും തന്നെയാണ്. അതിൽ പിന്നെ വേറെ തെറ്റൊന്നും വിചാരിക്കണ്ട, എങ്ങനെ വേണ്ടിക്കും പറയാം. പ്രപഞ്ചം ഉണ്ടാക്കി ഇത്ര തത്വം വേണ്ടാണ് അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെയും വേണ്ടിക്കൽ പറഞ്ഞു. എല്ലാ കാര്യവും ശരി തന്നെ. 26, 27, 28 ഉദ്ധവർ പറയുകയാണ്, ഹേ കൃഷ്ണ, പ്രകൃതി പുരുഷൻ എന്ന രണ്ട്, ജഡം അജഡം എന്നിങ്ങനെ ഒന്നിനോടൊന്ന് ഭേദപ്പെട്ടെങ്കിലും ഒന്ന് ജഡമാണ് ശരീരം, പ്രകൃതി. പുരുഷൻ അജഡമാണ്, ജഡമല്ലാതെ എന്തോ ഒന്നാണ്. ഇത് രണ്ടും ഒന്നിനൊന്ന് ഭേദപ്പെട്ടെങ്കിലും പ്രകൃതിയാവുന്ന ദേഹത്തിൽ ആത്മാവുണ്ട്. ഈ പ്രകൃതിയാവുന്ന ദേഹത്തിൽ എന്തുണ്ട്? ആത്മാവ് ഉണ്ട്. മറിച്ച് പ്രകൃതി ആത്മാവിലും കാണുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ജീവാത്മാവ് നമ്മുടെ പ്ലാനാണ്. ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുന്നത് പ്ലാനാണ്. ആ പ്ലാൻ അനുസരിച്ചാണ് ഈ ശരീരം ഉണ്ടാകുന്നത്. ഏതുപോലെ എന്നാൽ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുറിപ്പടി ഉണ്ട് എന്ന് വെച്ചോളൂ. വെണ്ടയ്ക്ക് ഇത്ര, ഇതെല്ലാം ഇത്ര, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക, മിക്സ് ചെയ്യുക എന്നെല്ലാം പറയുന്ന ഒരു കുറിപ്പടി ഉണ്ടെന്ന് വെച്ചോളൂ. അതാണ് ആത്മാവ്, പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ചാണ് സാമ്പാർ ഉണ്ടാകുന്നത്. ഈ കടലാസിൽ എഴുതി വെച്ച സാമ്പാർ വഴി ഒരു ബന്ധുവില്ലെങ്കിലും ഒരു പാചകക്കാരൻ ആ സാമ്പാറിലേക്ക് നോക്കുമ്പോൾ അയാൾക്ക് ഈ കുറിപ്പടി പ്രകാരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കാണാൻ പറ്റും. കാരണം അതുണ്ടായത് ഈ കുറിപ്പടി അനുസരിച്ചാണ്. ഈ കുറിപ്പടി കാണുന്ന ഒരുത്തിന് സാമ്പാർ അത് എന്താണ് സാമ്പാറിൻ്റെ രൂപം ഭാവനയിൽ കാണാൻ പറ്റും. ഇല്ലേ ആ സാമ്പാറിൽ ഈ കുറിപ്പടി അതിൻ്റെ അകത്തുണ്ട്. വേറെ തരത്തിൽ പറഞ്ഞാൽ വീട്ടിൻ്റെ ഒരു പ്ലാന് കണ്ടു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർക്ക് ഭാവനയിൽ വീട് എങ്ങനെയാണെന്നറിയാം, പ്രകൃതി. ഇതിൽ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ എങ്ങനെ ഇരിക്കുന്ന എഞ്ചിനീയർക്കറിയാം. അതായത് ആത്മാവ് തന്നെയാണ് പ്രകൃതിയായിട്ട്, ആത്മാവിൽ നിന്നാണ് പ്രകൃതി ഉണ്ടാകുന്നത്. അപ്പോൾ ആത്മാവിനെ പ്രകൃതിയിലും കാണാം, പ്രകൃതി ആത്മാവിലും കാണാം. അതുകൊണ്ട് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ആ ഭേദം അറിയുന്നില്ല. ആത്മാവ് ശരീരം തമ്മിലുള്ളൊരു ഭേദമുണ്ട് എന്നറിയുന്നില്ല. എല്ലാം ഞാനാണെന്നങ്ങ് ചിന്തിച്ചു പോവുകയാണ്. ആ ഒരു പരസ്പര ധാരണ, ബന്ധമുള്ളത് കൊണ്ട്. അതുമായിട്ട് എൻ്റെ മനസ്സിൽ കുറേ സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് നിവൃത്തിയാക്കി തരണം. കാരണം ജീവാത്മാക്കൾക്കെല്ലാം ജ്ഞാനം അങ്ങിൽ നിന്നാണ് കിട്ടുന്നത്. എനിക്കെന്തൊക്കെ ജ്ഞാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ ജീവാത്മാവിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ആ ജ്ഞാനത്തിൻ്റെ നാശവും എന്നിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. ആ ഒരാളുടെ ജ്ഞാനമില്ലായ്മയും അതിൽ നിന്ന് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ആ ശക്തിയായ മായയെ, കാരണം ഇതെല്ലാം മായയായിട്ട് ബന്ധപ്പെട്ടതാണ്, ആ മായയെ അങ്ങേക്ക് അറിയും, അന്യർ അറിയുന്നില്ല. ഇതിൻ്റെ പിന്നിൽ കിടന്നിട്ട് കളിക്കുന്ന ആ മായയെ അങ്ങേക്ക് മാത്രമേ അറിയൂ, മറ്റുള്ളവർക്ക് അറിയുന്നില്ല. ഇപ്പം 29 ഭഗവാൻ പറയുകയാണ്, പ്രകൃതിയും പുരുഷനും ഭേദമുള്ളവ തന്നെ, രണ്ടും വ്യത്യസ്തം തന്നെയാണ്. അവ ഗുണങ്ങളുടെ ക്ഷോഭത്തോടെ ഉണ്ടായ ദേഹാദികളിൽ വിക്ഷോഭം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഗുണങ്ങളിൽ വിക്ഷോഭം സംഭവിക്കുമ്പോൾ പ്രകൃതിയായിട്ട് മാറുന്നു. 30 സത്വരജോ ഗുണ തമോ ഗുണസ്വരൂപിയായ മായ. മായ സത്വ രജോ തമോ ഗുണങ്ങൾ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അനുസരിച്ചാണ് മായ പലതായ ഭേദത്തിനെയും പലതായി മാറുകയാണ്. ഭേദജ്ഞാനത്തെയും അതിനനുസരിച്ച് ജ്ഞാനങ്ങളും പലതായിട്ട് മാറുകയാണ്. സയൻസ് തന്നെ എന്തുണ്ട്, പല സയൻസായിട്ട് മാറി. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളോ പലതായിട്ട് മാറി. ഏത്
സത്വരജോ തമോ ഗുണത്താൽ. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ആ മായയാണ് ഗുണങ്ങളെ പലതായിട്ട് തരംതിരിച്ച്, അത് സത്വാദി ഗുണങ്ങളാലാണ് അങ്ങനെ പലതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. സയൻസും പലതായിട്ട് വിഭജിച്ചിരിക്കുന്നു. അങ്ങനെ പലതായി ഉണ്ടാകുമ്പോൾ ഒന്ന് ആധ്യാത്മം, രണ്ടാമത്തേത് ആദിദൈവം, മൂന്നാമത്തേത് ആദിഭൂതം. ഇങ്ങനെ മൂന്നായിട്ട് തരം തിരിയുന്നു. അവയവർ തമ്മിലുള്ള ബന്ധമാണ് ഇനി പറയാൻ പോകുന്നത് 31. കണ്ണ് ആധ്യാത്മമാണ്. കണ്ണ് ആധ്യാത്മം. അത് ഗോളത്തിൽ പ്രവേശിച്ചിട്ട്, ഗോളത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിഭൂതത്തിൽ, ഗോളമാകുന്ന ഭൂതത്തിൽ പ്രവേശിച്ചിട്ട് സൂര്യാംശം, സൂര്യൻ്റെ അംശം ഏതാണ്? പ്രകാശം. അതാണ് അതിദൈവം. അങ്ങനെ ഒന്ന് മറ്റൊന്നായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതൊരു സൂര്യൻ ആകാശത്തിൽ മണ്ഡലരൂപിയായിരിക്കുന്നുവോ അവൻ സ്വയം ചിന്തിക്കുന്നു. ആധ്യാത്മമായ ആത്മാവ് ആ രൂപത്തോട് അർപ്പിതമായിരിക്കുന്നു, അതേസമയം ഭിന്നനുമാണ്. ഏതൊരു സൂര്യൻ ആകാശത്തിൽ ഇരിക്കുന്നുവോ അത് സ്വയം ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനാണ്, അതിൻ്റെ ചിന്തകൾക്കനുസരിച്ചാണ് ലോകത്തിലെ കർമ്മങ്ങളെല്ലാം, സൂര്യനിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാ കർമ്മങ്ങളും പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്നത്. ആധ്യാത്മമായ ആത്മാവ് രൂപത്തോട് ചേരുകയാണ്. ആത്മാവ്, നമ്മുടെ ആത്മാവ് ഈ രൂപത്തോട് ചേർന്നുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിലും അത് അഭേദ്യമാണ്, ഭേദം ഉള്ളതാണ്. രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഉണ്ട്. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വീടിൻ്റെ അടിസ്ഥാനത്തിൽ, വീടിൻ്റെ പ്ലാന് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീട് ഉണ്ടായിരിക്കുന്നത്. അപ്പം പ്ലാനും ആ വീടും തമ്മിൽ എന്തോ ഒരു അദൃശ്യമായ ബന്ധമുണ്ട്. ബന്ധമില്ലാതെന്നൊന്നും പറയില്ല. പ്ലാൻ അനുസരിച്ച് തന്നെയാണ് വീടുണ്ടായിരിക്കുന്നത്. വീട് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കുന്നു നമുക്ക് സയൻസ് പഠിച്ചവർക്കറിയാം. അപ്പോൾ അവ തമ്മിൽ ബന്ധമുണ്ട്. അതേസമയം പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ആ കടലാസും വീടും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ആ തരത്തിൽ തന്നെയാണ് ആത്മാവും ശരീരം ഇരിക്കുന്നത്. ഇനി സ്വാഭാവികമായി സിദ്ധിച്ച പ്രകാശത്താൽ സൂര്യൻ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് പോലെ ആത്മാവും എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നു, അതേസമയം ഓരോന്നിനെയും പ്രകാശിപ്പിക്കുന്നു. സൂര്യൻ്റെ വെളിച്ചമാണ് ഈ മൊബൈലിന് ഇപ്പോൾ മൊബൈൽ കാട്ടിത്തരുന്നത്, അടുത്തുള്ള ഈ മൗസിനെ കാട്ടിത്തരുന്നത്, ഈ ടി വിയെ കാട്ടിത്തരുന്നത്. അതേസമയം ഈ പ്രകാശം എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ ഈ ആത്മാവ് ഓരോന്നിനെയും പ്രകാശിപ്പിക്കുന്നുണ്ട്. എന്നിൽ ഞാനെന്ന ഒരു പ്രകാശം, ഞാനെന്നൊരു ചിന്തയിലൂടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. വേറൊരാൾ വേറെ ഒന്ന് എന്ന നിലയിൽ പ്രകാശിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതേ ആത്മാവ് തന്നെയാണ് ഈ ലോകത്തിലെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത്. ഓരോന്നിലും അതായിട്ട് ആക്ട് ചെയ്യുകയാണ്, എല്ലാറ്റിലും അത് ആക്ട് ചെയ്യും, ഒരേ സമയം ആക്ട് ചെയ്യുകയാണ്. ഇനി കണ്ണിൻ്റെ പോലെ തന്നെ എല്ലാത്തിനെയും കാണാം. ത്വക്ക് ആധ്യാത്മമാണ്. ത്വക്ക് കൊണ്ടുണ്ടാകുന്ന സ്പർശം അതിഭൂതമാണ്. അത് വായു അതിദൈവമാണ്. സ്പർശം, വായുവിനെ നമുക്ക് സ്പർശിക്കാം. ആ ഗുണം, വായുവിൻ്റെ ഗുണം, അത് അതിദൈവമാണ്. ചെവി ആധ്യാത്മമാണ്. ശബ്ദം അതിഭൂതമാണ്. അതിൻ്റെ പിന്നിൽ ആക്ട് ചെയ്യുന്നത് വായു അതിദൈവമാണ്. വായു ശബ്ദത്തിലൂടെയാണല്ല, വായുവിലൂടെയാണല്ലോ ശബ്ദം വരുന്നത്, അതിദൈവമാണ്. നാവ് ആധ്യാത്മമാണ്.
രസം അതിഭൂതമാണ്, അതിൽ നിന്നുണ്ടാകുന്ന രസം. വരുണൻ അതിദൈവമാണ്. വരുണൻ തന്നെ ഓർബിറ്റ്. രസം ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ ചില രാസപ്രവർത്തനങ്ങളുണ്ട്, അതെല്ലാം ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ ചിത്തം, ആധ്യാത്മം, ചിത്തത്തിലൂടെ അറിയേണ്ടത് അതിഭൂതം എന്ന് പറയുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വാസുദേവൻ അതിദൈവമാണ്. മനസ്സ്, ആധ്യാത്മം, മനസ്സുകൊണ്ട് അറിയേണ്ടത് ആദിദൈവം. ചന്ദ്രൻ, ചന്ദ്രനാണ് മനസ്സിൻ്റെ കാരകത്വം ഗ്രഹങ്ങളിൽ, അതുകൊണ്ട് ചന്ദ്രൻ അതിദൈവം. ബുദ്ധി, ആധ്യാത്മം, ബുദ്ധിയിലൂടെയാണ് അറിവുണ്ടാകുന്നത്, അത് അതിദൈവം. അത് ബ്രഹ്മാവിലൂടെയാണ് സംഭവിക്കുന്നത്, അതുകൊണ്ട് ബ്രഹ്മാവും ആദിദൈവം. അഹങ്കാരം, അധ്യാത്മം, അഹങ്കാരത്തിൽ നിന്നാണ് ഗർവമുണ്ടാകുന്നത്, അത് അതിഭൂതം. അതിൻ്റെ പിന്നിൽ അഹങ്കാരത്തിൻ്റെ ദേവതയാരാണ്? രുദ്രനാണ്, അതുകൊണ്ട് രുദ്രൻ ആദിദൈവം. ഇനി 32. ഗുണങ്ങളെ ക്ഷോഭിപ്പിക്കുന്ന ഈശ്വരൻ. ഗുണങ്ങളെ കൊണ്ട് ക്ഷോഭിപ്പിക്കുന്ന, ഗുണങ്ങൾ ക്ഷോഭിച്ചിട്ടാണ് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നത്. ഗുണങ്ങൾ, ഓരോ വസ്തുവിനുള്ള ഗുണമുണ്ട്, ആ ഗുണമനുസരിച്ചിട്ടാണ് മറ്റൊന്നുമായിട്ട് കൂടിച്ചേരുകയെല്ലാം ചെയ്യുന്നത്. അപ്പം അതിനെ ക്ഷോഭിപ്പിക്കുന്ന ഈശ്വരൻ, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വരൻ ക്ഷോഭിപ്പിക്കുന്നത്? കാലത്തിനനുസരിച്ച്. അപ്പം കാലമനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത്. ഈശ്വരൻ തന്നെയാണ് കാലം. അത് ഏതിലൂടെയാണ്? സയൻസിലൂടെ, മഹത്തത്വത്തിലൂടെ. ഏതിൻ്റെ സപ്പോർട്ടോടുകൂടി? സത്വരജോ തമോ ഗുണങ്ങളാൽ, ആ ഗുണങ്ങളാൽ. അപ്പോൾ എന്തുണ്ടാകണം? ഞാനെന്ന അഹംതത്വം ഉണ്ടാകണം, ഞാനെന്നൊരു ചിന്ത ഉണ്ടാകുന്നു. അതിലൂടെയാണ് ഞാനെന്ന ഭാവം ഉണ്ടാകുന്നത്. അതിലൂടെയാണ് ഭേദഭാവങ്ങളുടെ, ഞാനെന്ന ചിന്ത ഉണ്ടാകുമ്പോൾ ഞാനുണ്ടെങ്കിൽ നീയുണ്ട്, എൻ്റേതുണ്ട്, എൻ്റേതല്ലാത്തതുണ്ട്, പിന്നെ ഭേദഭാവങ്ങൾ വരികയാണ്. ആത്മജ്ഞാനം ലഭിക്കുന്നതുവരെ 33 പറയുകയാണ്, ജീവനും ആത്മാവും ഉണ്ടെന്നുള്ള ഭേദമുണ്ടാകും. ജീവനും ആത്മാവും രണ്ടെന്ന ചിന്ത എപ്പം വരെ ഉണ്ടാകും? ആത്മജ്ഞാനം വരെ ഉണ്ടാകും. ആ സമയത്താണ് ഉണ്ട് ഇല്ല എന്ന തർക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നിരീശ്വരവാദികൾ പറയും ജീവനുണ്ട്, ആത്മാവില്ല. വിശ്വാസികൾ പറയും ജീവനുമുണ്ട്, ആത്മാവുമുണ്ട്, രണ്ടാണെന്ന് പറയും. ഈ തർക്കം ഏതുവരെ നിലനിൽക്കും? ആത്മജ്ഞാനം സിദ്ധിക്കുന്നത് വരെ. പക്ഷേ ആ വിവാദം എന്താണ്? നിഷ്പ്രയോജനമാണ്. അങ്ങനെ തർക്കിച്ചിട്ട് ആത്മാവുണ്ടോ ജീവനും രണ്ടാണോ ഇതൊന്നും തർക്കുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല. എങ്കിലും എൻ്റെ മായയാൽ അവൻ്റെ ബുദ്ധി നിവൃത്തിയിലേക്ക് നയിക്കില്ല. അങ്ങനെ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു ഗുണമുണ്ട്, ഇവർക്കൊന്നും നിവൃത്തി, മോക്ഷം ലഭിക്കാൻ പോകുന്നില്ല. അങ്ങനെ തർക്കിച്ചിട്ട് രണ്ടായിട്ട് കണ്ട് നടക്കുന്നവർക്കൊന്നും മോക്ഷം ലഭിക്കാൻ പോകുന്നില്ല. ഇപ്പം 34 ഉദ്ധവർ ചോദിക്കുകയാണ്, ഹേ പ്രഭു, അങ്ങയിൽ നിന്നും ഉണ്ടാകുന്ന പരാമുഖമായ ബുദ്ധിയാൽ എങ്ങനെ അങ്ങ് താൻ തന്നെയായ പല ദേഹങ്ങളെ സ്വീകരിക്കുകയും ത്യജിക്കുകയും ചെയ്യുന്നു? അങ്ങ് പരാമുഖമായ ബുദ്ധിയാണ്. അങ്ങയുടെ ബുദ്ധി പരാമുഖമാണ്. ആ പരമാത്മാവാണ് എല്ലാം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും പിന്നിൽ ആ ശ്രീഹരിയാണ് ഉള്ളതെങ്കിലും അത് മുഖം തിരിഞ്ഞിട്ടാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തലതിരിഞ്ഞു പോകുന്നത്, അതിന് സത്യം തിരിച്ചറിയാൻ പറ്റാതെയായി പോകുന്നത്. അങ്ങനെ അങ്ങ് മുഖം തിരിച്ച് സൃഷ്ടിക്കുമ്പോൾ അങ്ങ് തന്നെയാണ് പലതായിട്ട് മാറുന്നത്. അങ്ങ് തന്നെയാണ് ഞാനായിട്ട് മാറുന്നത്, എല്ലാതായിട്ട് മാറുന്നത്. പല ദൈവങ്ങളെ സ്വീകരിക്കുന്നു. എന്നിട്ട്
അവൻ്റെ കർമ്മം തീരുമ്പോൾ അത് തിരിച്ചിട്ട് പോവുകയും ചെയ്യുന്നു. നമ്മൾ മരിക്കുന്നു, അതതിൻ്റെ പാട്ടിന് പോകുന്നു. 35 ബുദ്ധിമാന്മാർക്ക് പോലും മനസ്സിലാവാത്ത അതിനെപ്പറ്റി എനിക്കറിയണം. എങ്ങനെയാണ്? അങ്ങ് തന്നെ എല്ലാമായിട്ട് ആഴ്ച കഴിയുമ്പോൾ തിരിഞ്ഞു പോകുന്നു. പക്ഷേ തലതിരിച്ച മുഖവുമായിട്ടാണ് അങ്ങ് സൃഷ്ടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മായയിൽ അകപ്പെട്ടിട്ട് ആർക്കും അങ്ങയെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബുദ്ധിമാന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങയുടെ ഈ സൃഷ്ടിക്രമത്തെ പറ്റിയല്ല. ഇത് അറിയുന്ന ആരും തന്നെ ലോകത്തിൽ ഇല്ല എന്നാണ്. അങ്ങയെ ശരിയായിട്ട് മനസ്സിലാക്കിയ ഒരു കക്ഷി ഈ ലോകത്തിൽ ഇല്ല. കാരണം എല്ലാവരും മായയിൽ അകപ്പെട്ടുകൊണ്ട്, ഈ ഭൂമി പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ മായയിൽ അകപ്പെട്ടാണ്. അപ്പം അതിലുള്ള എല്ലാവരും മായയിൽ അകപ്പെട്ടിരിക്കുന്നു. അപ്പം 36 കൃഷ്ണൻ പറയുകയാണ്, പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയ മനസ്സ്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് മനസ്സുണ്ടാകുന്നത്. ആ മനസ്സ് കർമ്മത്തിനായിട്ട്, പുതിയൊരു കർമ്മം എടുക്കാനായിട്ട് ഈ ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹത്തിലേക്ക് പോകുന്നു. എങ്ങനെ പോകുന്നു? മരിച്ചിട്ട് വേറൊരു കുട്ടിയിൽ ജനിക്കുന്നു. ജീവൻ ആ മനസ്സിനെക്കാട്ടും വലുതെങ്കിലും, ഈ ജീവാത്മാവ് മനസ്സിനെക്കാട്ടിയും വലുതാണെങ്കിലും ഈ ജീവാത്മാവ് മനസ്സിനെ പിന്തുടർന്നാണ് പോകുന്നത്. നമ്മളെല്ലാം മനസ്സിനടിമയായിട്ടാണ് പോകുന്നത്. പക്ഷേ ജീവാത്മാവാണ് വലുതെങ്കിലും നമ്മൾ മനസ്സിൻ്റെ പിന്നാലെയാണ് നമ്മുടെ ജീവാത്മാവ് പോകുന്നത്. ആ പരമാത്മാവിനെ, ഈശ്വരനെ ഗൗനിക്കാതെ ജീവാത്മാവ് മനസ്സിൻ്റെ പിന്നാലെ എങ്ങനെ പോവുകയാണ്. ഇനി 37 കർമ്മത്തിന് അധീനനായ മനസ്സ്. അങ്ങനെ പുതിയൊരു ജന്മം എടുക്കുമ്പോൾ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ്, എന്തോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത്. അപ്പം കർമ്മത്തിന് അധീനനായ മനസ്സ് വേദങ്ങൾ പറയുന്ന വിഷയങ്ങളെ ധ്യാനിക്കുന്നു. അപ്പം ഭൗതിക ലോകത്തിൽ എങ്ങനെയെല്ലാം ജീവിക്കണം, അവിടെയുള്ള സയൻസ്, ശാസ്ത്രജ്ഞാനങ്ങളെല്ലാം വേദത്തിലുണ്ട്. ആ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരിയാണ് വിഷയങ്ങളെ ധ്യാനിച്ചുകൊണ്ട് പിന്നെ ആ വിഷയത്തിലൂടെ ആവിർഭവിച്ച് ആ വിഷയത്തിൻ്റെ പിന്നാലെ പോകുന്നു. ജനനം പോലെ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നതും വേദത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വിഷയത്തിൻ്റെ പിന്നാലെ മനസ്സ് പോവുകയാണ്, ജീവൻ പോവുകയാണ്. അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ, പുതിയ ജന്മം എടുക്കുമ്പോൾ എന്ത് പറ്റുന്നു? അതിന് മുൻപിലുള്ളതും പിന്നിലുള്ളതുമായ കാര്യങ്ങളെ ഓർക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ജന്മങ്ങളിലെ സംഭവങ്ങളൊന്നും ആ ശരീരത്തിന്, ആ ആത്മാവിനെ ഓർക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ജന്മത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ജന്മമെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ എന്താണ് ചെയ്തതെന്ന് ആ ആത്മാവിന് ഈ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? 38 പറയുകയാണ്, കർമ്മം ചെയ്യാനായി ലഭിച്ച ഈ ശരീരം, ദേഹാദികൾ മുൻ ശരീരങ്ങളിൽ, അതിന് മുമ്പിൽ കഴിഞ്ഞ ജന്മത്തിലെ ശരീരത്തെ, കാര്യങ്ങളെ സ്മരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്തെന്നാൽ ആ ശരീരത്തിൽ ഉള്ള അഹങ്കാരം, ഞാനെന്ന അഹങ്കാരം, കഴിഞ്ഞ ജന്മത്തിലെ ശരീരത്തിലെ ഞാനെന്ന അഹങ്കാരം, ആ ജന്മത്തിലെ ഞാനെന്ന അഹങ്കാരം ചിലപ്പോൾ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ എന്തോ അഹങ്കാരമായിരിക്കാം. ആ അഹങ്കാരം നശിക്കുന്നതാണ് മരണം. ആ അഹങ്കാരം നശിക്കുമ്പോൾ മരിച്ചു. പിന്നെ ജനിക്കുമ്പോൾ ആ അഹങ്കാരം പോയി, പിന്നെ വേറൊരു അഹങ്കാരമാണ്. അപ്പം പഴയതുമായിട്ട് അതിനൊരു ബന്ധവുമില്ല. ഇനി 39 ദാനിയായ ഉദ്ധവ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, സ്വപ്നത്തിലെ പോലെ ആത്മാവ് ശരീരത്തിൽ അഭിമാനമുണ്ടാക്കുന്നു. സ്വപ്നത്തിൽ നമുക്ക് എന്തെല്ലോ അഭിമാനം ഉണ്ടായിട്ട് നമ്മൾ എന്തെല്ലോ ചെയ്തു കൂട്ടുന്നുണ്ട് സ്വപ്നത്തിൽ, അത് സത്യമാണെന്ന് വിചാരിച്ചുകൊണ്ട്. അതുപോലെ നമ്മൾ ശരീരം ലഭിക്കുമ്പോൾ അഭിമാനമുണ്ടാകുന്നു. അപ്പം ജീവന് ജന്മം എന്ന് പറയുന്നത് അതാണ്.
ഇപ്പം നമ്മിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാകുമ്പോഴാണ് ജീവൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ജീവന് ഞാൻ എന്ന ഒരു ഇതുണ്ടാകുമ്പോഴാണ് ജനിച്ചു എന്ന് പറയുന്നത്. അപ്പം നമ്മളിലൊരു അഹങ്കാരം, ഞാനെന്നൊരു അഹങ്കാരം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജനിച്ചു എന്ന് പറയുന്നത്. നമ്മുടെ അഹങ്കാരം ഇല്ലാതാകുമ്പോഴാണ്, ഞാനെന്ന അഹങ്കാരം ഇല്ലാതാകുമ്പോഴാണ് കഴിഞ്ഞതിൽ എന്ത് പറഞ്ഞു? മരണമെന്ന് പറഞ്ഞത്. ഇനി 40. ഇപ്പോഴുള്ള ശരീരത്തിലെ ജീവൻ മുൻ ശരീരത്തെ ഓർക്കുന്നില്ല. ഇപ്പം നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ ശരീരത്തെ പറ്റി ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഏതുപോലെ സ്വപ്നത്തിലിരിക്കുന്നവന് അതിന് മുമ്പിൽ, സ്വപ്നം കാണുന്നതിനെക്കാട്ടി മുമ്പിൽ ഉണർന്നിരിക്കുമ്പോഴുള്ള സ്ഥിതിയെ പറ്റി ഓർക്കാൻ പറ്റുന്നില്ല. സ്വപ്നത്തിൽ നമുക്ക് അതിന് മുമ്പിൽ ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ പോലെ ഓർക്കാൻ പറ്റാത്തതുപോലെ ഈ ശരീരത്തിലെത്തുമ്പോൾ, ജീവാത്മാവ് ഈ ശരീരത്തിലെത്തുമ്പോൾ ഞാൻ ജനിച്ചവനാണ് എന്ന വിചാരമുണ്ടാകും. ഞാൻ പുതുതായിട്ട് ജനിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ജന്മം ഒന്നേ ഉള്ളൂ. യുക്തിവാദികളെല്ലാം പറയും ഈ ജന്മം ഒന്നേ ഉള്ളൂ. കാരണം ഇതിൽ കയറുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഞാൻ ജനിച്ചു. ഇനി മുമ്പിൽ ജനിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. പുനർജന്മെല്ലാം വെറുതെ മിഥ്യയാണ്, അതിനൊന്നും ഒരർത്ഥമില്ല. ഇതുകൊണ്ടാണ് ഈ ജന്മത്തിൽ കയറുമ്പോൾ കഴിഞ്ഞതിനെ പറ്റി ഓർക്കാനും പറ്റുന്നില്ല. ഈ ജന്മത്തിൽ കയറുമ്പോഴാണ് നമ്മൾ ജനിച്ചു എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നത്. ഇനി 41. ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്ന മനസ്സിന്, നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ്, കാണുന്നതും കേൾക്കുന്നതിനൊക്കെ അടിമപ്പെട്ടിട്ടാണ് മനസ്സിന് ആത്മാവിങ്കൽ എന്തുണ്ടാകും? നമുക്കൊരു അഭിമാനം ഉണ്ടാകും. ഞാനെന്നൊരു അഹങ്കാര അഭിമാനമെല്ലാം ഉണ്ടാകും. അപ്പോൾ നമുക്ക് മറ്റുള്ളവയിൽ ഉണ്ടാകുന്ന അഭിനിവേശം, അപ്പോൾ മറ്റുള്ളതെല്ലാം കാണുമ്പോൾ അതെനിക്ക് വേണം, ഇത് എനിക്ക് വേണം എന്നുള്ള അഭിനിവേശം മൂലമാണ് നമ്മൾ പല ലെവലുകളായിട്ട് മാറുന്നത്. ഉത്തമൻ, മധ്യമൻ, നീചൻ എന്ന 3 തരത്തിൽ ഭാഷിക്കുന്നു. ആ മറ്റുള്ളവരിലുള്ള ആഗ്രഹം ദുരാഗ്രഹമാകുമ്പോൾ നീചനാകുന്നു. സാധാരണ നിലയിലാണെങ്കിൽ മധ്യമൻ, അത്യാർത്ഥി വേറെ തരത്തിലാണെങ്കിൽ, ഒരു ആഗ്രഹമില്ലാത്തവനാണെങ്കിൽ ഉത്തമൻ. അങ്ങനെ 3 തരം ജനങ്ങളായിട്ട് മാറുന്നു. സ്വപ്നത്തിലെ പോലെ ബാഹ്യ ആന്തര വിഷയങ്ങളിൽ സുഖത്തെ കാണുന്നു. അവരെന്ത് പറ്റുന്നു? സ്വപ്നത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഈ ജീവിതത്തിലും ഇതുപോലെ സ്വപ്ന സമാനമാണ്. നമ്മൾ സുഖത്തെ കാക്ഷിക്കുന്നു. ഇനി 42. കാലത്തിൻ്റെ ഗതിവേഗം മനസ്സിലാക്കാത്ത ശരീരങ്ങൾ. നമുക്ക് കാലത്തിൻ്റെ പോക്ക് എത്ര വേഗമാണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലം എത്രയോ വലുതാണെന്ന് തോന്നുകയാണ്. എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചിത്രശലഭം അല്ലെങ്കിൽ ഈയാമ്പാറ്റക്കല്ലേ എത്ര നിമിഷമുള്ളത്. പക്ഷെ അതും ആഘോഷിക്കുകയാണ്. അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കാലമാണെന്ന് തോന്നും. നമുക്കത് നോക്കുമ്പോൾ ഇതെത്ര ഒരു നിസ്സാരം. ഇതുപോലെ തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. നമ്മളെയും കാലം വളരെ വേഗത്തിലാണ് പോകുന്നത്. പക്ഷെ നമ്മളാ ചെറിയ പീരീഡിന് എന്തെല്ലോ വലുതായിട്ട് സങ്കല്പിക്കുന്നു. അപ്പം കാലത്തിൻ്റെ ഗതിവേഗം മനസ്സിലാക്കാത്ത ശരീരങ്ങൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്യുന്നു. നമ്മൾ ജനിക്കുന്നു, മരിക്കുന്നു. ആ സമയം നമുക്ക് വലുതായിട്ട് തോന്നുന്നു. പക്ഷേ ഈ ഈയാമ്പാറ്റകളും ജനിക്കുന്നു, മരിക്കുന്നു, അതിനും അത് വലിയൊരു പീരീഡായിട്ട് തോന്നുകയാണ്. ഇതെല്ലാം മിഥ്യയാണ്, വലിയ അർത്ഥമൊന്നും ഇല്ല. കാലം സൂക്ഷ്മമായതിനാൽ ഈ കാലത്തെ നമുക്ക് സൂക്ഷ്മമാണത്. അതിനെ സൂക്ഷ്മമായതിനാൽ നമ്മൾ ഈ സത്യം മനസ്സിലാക്കുന്നില്ല. 43 പറയുകയാണ്, അർച്ചസ്സുകൾക്ക് പരിണാമം മൂലം. അർച്ചസ്സുകൾ എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ, തേജസ്, അവർക്ക് പരിണാമം സംഭവിച്ചിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അതുപോലെ പ്രവാഹങ്ങൾക്ക് ഗതി, പ്രവാഹങ്ങൾ അവയുടെ ഗതിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വൃക്ഷത്തിന് ഫലം, വൃക്ഷത്തിൽ ഫലങ്ങൾ ഉണ്ടാകുന്നത്, ഇതെല്ലാം കാലത്താൽ അവസ്ഥാവിശേഷത്താൽ സംഭവിക്കുന്നു. കാലമനുസരിച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഓരോ കാലത്ത് പ്രവാഹങ്ങൾ ഉണ്ടാകും.
ചില കാലത്തിൽ പ്രവാഹത്തിന് ശക്തി കുറയും, വെള്ളം ഒഴുക്കിനെല്ലാം. അതേപോലെ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾക്കും കാലത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്, വൃക്ഷത്തിലെ ഫലങ്ങൾക്കും. അതേപോലെ ശരീരത്തിനും വയസ്സ് എന്ന അവസ്ഥ കാലത്താൽ സംഭവിക്കുന്നു. ഈ ശരീരത്തിന് വയസ്സാകുന്നതും കാലത്താലാണ് സംഭവിക്കുന്നത്. 44. ജ്വാലകളെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ട്. എല്ലാ ജ്വാല കാണുമ്പോഴും നമുക്ക് ഒന്നായിട്ട് തോന്നും. അതായത് നമ്മളെ വീട്ടിലുള്ള ജ്വാലയെ അടുത്ത വീട്ടിലുള്ള ജ്വാലയെ രണ്ടായിട്ടൊന്നും തോന്നുന്നില്ല, എല്ലാം ഒരുപോലെയാണ് തോന്നുന്നത്. പ്രവാഹമെല്ലാം ഒരേപോലെയാണ് ഇരിക്കുന്നത്. എവിടെ വെള്ളം ഒഴുകുന്നുണ്ടോ അതെല്ലാം ഒരുപോലെ തന്നെ. ജ്വാലകൾ ഒരുപോലെ ആയതിനാൽ ആ ദീപം തന്നെ എല്ലാം ദീപത്തിൻ്റെ ജ്വാല എന്ന നിലയിലാണ് കാണുന്നത്. ജ്വാലകളെല്ലാം ഒരേപോലെ ഉള്ളത് കൊണ്ട് നമ്മുടെ ദീപം ഒരേ മാതിരി തന്നെയാണ്, ദീപങ്ങളെല്ലാം ഒരേപോലെയാണ് കാണുന്നത്. പ്രവാഹങ്ങളെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് അതിനുള്ള വെള്ളത്തെ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് വൃഥ ആയുസ്സോടുകൂടിയ അവിവേകികളായ ജനങ്ങൾ, വൃഥ ആയുസ്സോടുകൂടിയ, അല്പകാലത്തേക്കേ ആയുസ്സുള്ളൂ, അങ്ങനെയുള്ള അവിവേകികളായ ജനങ്ങൾ നമ്മൾ മനുഷ്യരെന്ന നിലയിൽ ചിന്തിച്ചു പോവുകയാണ്. രൂപം കൊണ്ട് എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെ, അതുകൊണ്ട് ഞാനും മനുഷ്യനാണ്, എല്ലാ മനുഷ്യരും ഒരുപോലെ എന്ന ഒരു നിലയിലാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരിലും അതിനുള്ള ഉയർച്ചകൾ അവൻ കാണുന്നില്ല. എല്ലാവരും മനുഷ്യരാണ്. ഇനി 45 മഹാഭൂതത്തിലെ ഒന്നായ അഗ്നി. അഗ്നി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എല്ലാ കാലത്തും ഉള്ളതാണ്. മഹാഭൂതങ്ങളിൽ, അതായത് ഖരദ്രവവാത ഊർജം, ഇതിലുള്ള ഊർജത്തെയാണ് അഗ്നി എന്ന് പറയുന്നത്. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അതിലെ അഗ്നി ലോകാവസാനം വരെ ഉണ്ടത്. എന്നിട്ടും ഓരോ വിറകിൻ്റെ സംസർഗം മൂലം, വിറകുമായിട്ട് ബന്ധിക്കുന്നത് മൂലം, വിറകുമായിട്ടാകുമ്പോൾ അത് കത്തുന്നു, വിറക് തീരുമ്പോൾ കെടുന്നു. അപ്പം കത്തുന്നു, കെടുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അഗ്നി ലോകാവസാനം വരെയുണ്ട്. പക്ഷെ ഓരോ വിറകിൽ നിന്നത് വരികയും പോവുകയും ചെയ്യുന്നു. അതുപോലെ കർമ്മം മൂലം, ഓരോ കർമ്മം ചെയ്യാനായിട്ട് ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായിട്ട് അവിവേകി ചിന്തിക്കുന്നു. ഭ്രമം മൂലം, കർമ്മത്താലാണ് ജനിക്കുന്നത്. അപ്പം ജനിക്കുന്നു മരിക്കുന്നു എന്നുള്ളതെല്ലാം ഒരു ഭ്രമമായിട്ട് കണ്ടാൽ മതി. കാരണം അഗ്നി എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു വിറകുണ്ടാകുമ്പോൾ കത്തുന്നു, കെടുന്നു, വേറൊരു വിറകുണ്ടാകുമ്പോൾ കത്തുന്നു, കെടുന്നു. അതുകൊണ്ട് അഗ്നി ഇല്ലാതാകുന്നില്ല. ഇപ്പം കത്തി തീർന്നു പോയി, ഇനി ഒരിക്കലും അഗ്നി ഇല്ല എന്നല്ല, ഇനിയും ഉണ്ടാകാം. അതുപോലെ അവിവേകി കർമ്മത്താലാണ് ജനിക്കുന്നത്. അവൻ ജനിച്ച് മരിച്ച് എന്നുള്ളത് അവനെന്ത് ചിന്തിക്കുകയാണ്? ഞാൻ ജനിച്ചു മരിച്ചു എന്നെല്ലാം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭ്രമം മൂലമാണ്. ഭ്രമം മൂലം ജനിച്ചവരെ പോലെ മരിച്ചവരെ പോലെയെല്ലാം ചിന്തിക്കുന്നു. യഥാർത്ഥത്തിൽ ആ അഗ്നി അനശ്വരമായ പോലെ നമ്മളെ ആത്മാവും അനശ്വരമായിട്ട് കാണണം. അഗ്നി അനശ്വരം എന്ന് പറഞ്ഞാൽ അവസാനം അത് ബ്രഹ്മമായി തീരുക, അത് വേറെ കാര്യം. ബ്രഹ്മം തന്നെയാണ് അഗ്നി ആ നിലയിൽ. ഇനി 46 മാതൃഗർഭത്തിൽ പ്രവേശിച്ചിട്ട് ഉദരമന്ധ്യത്തിൽ വളരുക, പിന്നെയോ പ്രസവിക്കുക, ജനിക്കുക, 5 വയസ്സ് വരെ ബാല്യം, 16 വയസ്സ് വരെ കൗമാര്യം, 45 വരെ യൗവനം, പിന്നെ 60 വരെ മധ്യ വയസ്സ്, പിന്നെ വാർദ്ധക്യം, പിന്നെ മരണം എന്നീ 9 അവസ്ഥകൾ ശരീരത്തിന് കാലത്തിനനുസരിച്ച് ഇങ്ങനെ സംഭവിച്ച് പോവുകയാണ്. ആകയാൽ ആത്മാവിൽ നിന്നും വേറെയായ ശരീരത്തിൽ മധോരഥത്തിനനുസരിച്ച് ഉയർച്ചയും താഴ്ചയുമായി ഈ അവസ്ഥകൾ അറിവില്ലാത്ത മനുഷ്യർ തൻ്റേത് എന്ന് ചിന്തിച്ച് കഴിയുകയും ചിലപ്പോൾ പരമേശ്വരാനുഗ്രഹത്താൽ വിട്ടുകളയുകയും ചെയ്യുന്നു. ആകയാൽ
ആത്മാവ് ശരീരം വേറെ തന്നെയാണ്. ആത്മാവ് അങ്ങനെ സ്ഥിരമായിട്ടുള്ളതാണ്. ശരീരമാണ് വിറകുമാരി ഇങ്ങനെ കത്തിയില്ലാതെ ആകുന്നത്. മനോരഥത്തിനനുസരിച്ച് അവരവരുടെ മനസ്സിൻ്റെ ചിന്തക്കനുസരിച്ച് ചിലപ്പോൾ ഉയർന്ന നിലയിൽ, താഴ്മ നിലയിൽ, ഇങ്ങനെ പല അവസ്ഥകളിൽ അലിയുന്ന മനുഷ്യർ അത് ചിന്തിച്ചങ്ങനെ കഴിയും. ഉയർച്ചയും താഴ്ചകൾ ചിന്തിച്ചുകൊണ്ട് കഴിയും. ചിലപ്പോൾ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ, ആരിലാണോ പരമേശ്വര ശക്തി താല്പര്യം പ്രകടിപ്പിക്കുന്നത്, അവന് ഇതിൽ നിന്നും മോക്ഷം ലഭിക്കുന്നു. അതായത് ബ്രഹ്മസാക്ഷാത്കാരം ആ ശക്തി വിചാരിച്ചവർക്കേ നടക്കുകയുള്ളൂ. അവൻ്റെ കർമ്മം തീരുമ്പോഴേ, ഇനിയൊരു ജന്മത്തിലും കർമ്മമില്ലെങ്കിലും മാത്രമേ അത് സംഭവിക്കാൻ പോകുന്നുള്ളൂ. പിതാവ് 48. പിതാവിന് ജന്മകർമ്മവും ജന്മം നൽകുന്ന കർമ്മവും പുത്രന് ജാതകപരമായ കർമ്മങ്ങളും പുരുഷനാൽ അങ്ങനെ ഉൽപ്പത്തിയും വിനാശവും അനുമാനിക്കുവാൻ യോഗ്യനാക്കുന്നു. പിതാവ് ജനിപ്പിക്കുന്നു, പുത്രന് ജാതകപരമായ കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ ആ പുരുഷനാലാണ് ഉൽപ്പത്തിയും വിനാശവും അനുഭവയോഗ്യമായിട്ട് മാറുന്നത്. അത് മനസ്സിലാക്കിയവൻ ഉൽപ്പത്തി വിനാശ ധർമ്മത്തോടു കൂടിയവനായി ഭവിക്കില്ല. ഇങ്ങനെ ഈശ്വരനാണ് നമ്മളിങ്ങനെ ജനിച്ച് കർമ്മം ചെയ്യാൻ ജനിച്ച് മരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ സത്യം മനസ്സിലാക്കുന്നവന് പിന്നെന്തില്ല, ഈ ജനന മരണം എന്നുള്ളതിൽ അത്ര വലിയ ആ ധർമ്മങ്ങളോട് അത്ര വലിയ അറ്റാച്ച്മെന്റ് അതുമായിട്ട് അവന് ഉണ്ടാവില്ല. പിന്നെ 49. ബീജപരിണാമത്തിലൂടെയും, ബീജം പരിണാമപ്പെട്ടിട്ടാണ് ജനിക്കുന്നത്. മരണത്തിലെ പരിണാമത്തിലൂടെയും, മരണം സംഭവിക്കുമ്പോഴും ശരീരത്തിൽ ചില പരിണാമങ്ങൾ സംഭവിച്ചിട്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോകുന്നു. ഈ സത്യം മനസ്സിലാക്കിയവൻ, ഉൽപ്പത്തിയെയും മരണത്തെയും മനസ്സിലാക്കുന്നവൻ മരത്തിൽ നിന്നും ഭിന്നമായി തീരുന്നു. മരത്തെപ്പോലെ, മരത്തിന് ചിന്തിക്കാൻ കഴിവില്ല. ചിന്തിക്കാൻ കഴിവുള്ളവനെ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അവനെ മനുഷ്യനായി മാറുന്നുള്ളൂ. ഇപ്രകാരം തന്നെ ശരീരത്തിലെ ജീവനെ ശരീരത്തെക്കാൾ ഉന്നത നിലയിലായിട്ട് അവൻ കാണുന്നു. അങ്ങനെയുള്ളവർ ശരീരത്തെ കാട്ടി ഉന്നത നിലയിൽ ജീവനെ കാണും. എന്നാൽ 50 അജ്ഞനായവൻ പ്രകൃതിയിൽ നിന്നും ആത്മാവിനെ തിരിച്ചറിയാതെ വിഷയത്തിൽ പ്രാബദ്ധനായി സംസാരം അനുഭവിക്കുന്നു. എന്നാൽ ഈ ആത്മാവിനെ തിരിച്ചറിയാതെ പ്രകൃതിയിൽ നിന്നും പുരുഷനെ, അല്ലെങ്കിൽ നമ്മിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേറെയായി കാണാൻ പറ്റാത്തവൻ ഈ സംസാര ദുഃഖത്തിൽ അലയുന്നു. 51 കർമ്മത്തിൽ ഭ്രമണം ചെയ്യുന്ന ജീവൻ. നമ്മൾ ജനിക്കുന്നത് എന്തിനാണ്? കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കർമ്മത്തിലൂടെയാണ് ഭ്രമണം ചെയ്യുന്നത്. എങ്ങനെ? ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക ചെയ്യുന്ന ജീവൻ സത്വഗുണമാണെങ്കിൽ, നമ്മൾ സത്വഗുണമാണ് ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഋഷികളുടെ യോനികളിൽ ജനിക്കും. രജോ ഗുണത്തിലാണെങ്കിൽ അസുരന്മാരുടെയും മനുഷ്യരുടെയും യോനികളിൽ ജനിക്കും. തമോ ഗുണത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നീച യോനികളിൽ ജനിക്കും. ഇനി 52 നൃത്തം വെക്കുന്നവരെയും പാട്ട് പാടുന്നവരെയും അനുകരിക്കുന്നത് പോലെ, നമ്മൾ നൃത്തം ചെയ്യുന്നതെല്ലാം കാണുമ്പോൾ നമുക്കൊന്ന് നൃത്തം വെക്കണമെന്ന് തോന്നും. പാട്ട് പാടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കക്കൂസ് എന്നെങ്കിൽ നമ്മൾ ഒന്ന് പാടി നോക്കും. അത് അനുകരിക്കുന്നത് പോലെ ജീവനിലെ ബുദ്ധി ഗുണങ്ങളെ അനുകരിക്കുന്നു. നമ്മളുടെ ബുദ്ധി എന്ത് ചെയ്യാണ്? ഗുണങ്ങളുടെ പിന്നാലെ, ഓരോ നല്ലത് മോശമെല്ലാം കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. ഇനി 53 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചലിക്കുന്ന ജലത്തിലെ പ്രതിബിംബം എന്താണ്? ചലിക്കും. അതുപോലെ നമ്മൾ കണ്ണ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭൂമി ചുറ്റുന്ന മാതിരി തോന്നും. അതുപോലെ ശരീരധർമ്മങ്ങളും ആത്മാവിൽ ആരോപിച്ചിട്ട് ശരീരത്തിലെ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ചുറ്റുമ്പോഴും അത് നമ്മൾ ആത്മാവ്, നമ്മുടെ നാം തന്നെയാണ് ചുറ്റുന്നത് എന്ന നിലയിൽ സംഭവിക്കുകയാണ്.
സ്വപ്നത്തിലെ ബുദ്ധി പോലെ നമ്മുടെ സംസാരത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട ബുദ്ധിയും സത്യമല്ല. സ്വപ്നത്തിലെ ബുദ്ധി എങ്ങനെയാണ്? സ്വപ്നത്തിലും നമുക്ക് ബുദ്ധിയുണ്ട്. സ്വപ്നത്തിലൊരു പട്ടി വരുന്ന കാണുമ്പോൾ നമ്മൾ ഓടുന്നുണ്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട്. അതുപോലെ പക്ഷേ അതിൽ കാര്യമില്ല. സംസാരത്തിലെ വിഷയവുമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ഓരോ വിഷയങ്ങൾ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ ഓടുന്നതും സത്യമൊന്നുമല്ല. 55 സ്വപ്നത്തിലെ പാമ്പ് കടി പോലെ വിഷയങ്ങളിൽ ഇരിക്കുന്ന ഒരുവന് ആത്മാവ് വിഷയവുമായി ബന്ധമില്ലെങ്കിലും സംസാര നിവൃത്തി വരില്ല. സ്വപ്നത്തിലെ പാമ്പ് കടി പോലെ അത് സത്യമാണോ? അല്ല. അതുപോലെ വിഷയങ്ങളിരിക്കുന്ന ഒരുവന് എപ്പോഴും വിഷയങ്ങളുടെ പിന്നാലെ ആത്മാവ് ആ വിഷയവുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുകയാണെങ്കിൽ അവന് സംസാര നിവൃത്തി വരില്ല, മോക്ഷം ലഭിക്കില്ല. 56 അതിനാൽ ബാഹ്യേന്ദ്രങ്ങളെ കൊണ്ട് വിഷയസുഖത്തിനെ അനുഭവിക്കാതിരിക്കുക. ബാഹ്യേന്ദ്രിയങ്ങളെ കൊണ്ട് ഉപദേശിക്കുകയാണ് ഉദ്ധവരോട്, വിഷയസുഖങ്ങളെ അനുഭവിക്കാതിരിക്കുക. ആത്മസ്വരൂപം അറിയാത്തത് മൂലമുണ്ടായ സുഖദുഃഖങ്ങൾ ഭ്രമം മൂലമാണെന്ന് അറിയണം. ആത്മതത്വം യഥാർത്ഥാത്മാവിനെ തിരിച്ചറിയാൻ പറ്റാതെ ജ്ഞാനമില്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ഭ്രമം മൂലമാണെന്നെങ്കിലും മനസ്സിലാക്കിക്കുക. ഇനി 55, 57, 58 ദുഷ്ടന്മാർ നമ്മളെ ആട്ടിപ്പുറത്താക്കുകയാണ്, അല്ലെ അപമാനിക്കുകയാണ്, വാക്കുകൾ കൊണ്ട് പ്രഹരിക്കുകയാണ്, അസൂയ മൂലം ഉപദ്രവിക്കുകയാണ്, ദുഷ്ടന്മാരെ അടിമയാക്കുകയാണ്, കെട്ടിയിടുകയാണ്, ജീവന മാർഗത്തിൽ നിന്ന് ജീവിക്കുന്നതിൽ നിന്നും ഭ്രഷ്ടമാക്കുകയാണ്, മൂത്രമുലാലയെല്ലാം എടുത്തിട്ട് മേത്ത് തളിക്കുകയാണ്. അങ്ങനെയുള്ള ദുഷ്ടന്മാരാൽ ദ്രോഹിക്കപ്പെട്ടാലും, അപ്പം ഇങ്ങനെ ആരെങ്കിലും നമ്മളെ ദ്രോഹിക്കുകയാണെങ്കിൽ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്നവർ എന്താണ് വേണ്ടത്? സ്വയം തൻ്റെ ബുദ്ധി കൊണ്ട് ഉദ്ധരിക്കണം. അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാതെ ഈശ്വരനെ പിടിച്ചിട്ട് സാധിപ്പിക്കാമെന്നൊന്നും വെച്ചാൽ ഈശ്വരൻ ഇതല്ല ജോലി. അവനവനെ ബുദ്ധി വന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു കൊള്ളുക, അതിനുള്ള വഴി കണ്ടെത്തിക്കൊള്ളുക, സ്വന്തം ഉദ്ധരിക്കുക. ഇനി 59 അത് പറഞ്ഞപ്പോൾ ഉദ്ധവര് ചോദിക്കുകയാണ്, ഈ അസത്തുക്കൾ ചെയ്യുന്ന അതിക്രമത്തിനെ മനസ്സ് സഹിക്കാൻ അസാധ്യമാണ്. സാധാരണ മനുഷ്യൻ്റെ മനസ്സിന് സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ അസത്തുക്കൾ ചെയ്യുന്ന ദോഷങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് സഹിക്കാൻ, അവരുടെ മനസ്സിന് സഹിക്കാൻ വലിയ പ്രയാസമാണ്. അതിനെ മറികടക്കുവാനുള്ള ഉപായം അങ്ങ് പറഞ്ഞു തരാം. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആരെങ്കിലും നമ്മൾ വളരെയധികം ദ്രോഹിക്കുകയാണ്, നമ്മൾ നാട് കടത്തിയാണ്, ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃഷ്ണനോട് ചോദിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ 60 തങ്ങളുടെ ചരണങ്ങളെ ആശ്രയിച്ച് ശാന്തരായവർ ഒഴിച്ച് വിദ്യന്മാർക്ക് പോലും സ്വഭാവം എന്നത് ബലവത്താണ്. അങ്ങേ ആശ്രയിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് സാധിച്ചേക്കാം, പക്ഷേ വിദ്വാൻമാരായ ആൾക്കാർക്ക് പോലും സ്വഭാവം എന്നത് ബലവത്താണ്. അവരവരുടെ സ്വഭാവം അനുസരിച്ച് ഇതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സാധാരണക്കാരന് മനുഷ്യർക്ക് ഓരോ സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങൾ വെച്ചുകൊണ്ട് ഇവയെല്ലാം തരണം ചെയ്യുക എന്നൊന്ന് പറയുന്നത് ബുദ്ധിമാന്മാർക്കായെങ്കിൽ പോലും ഇത്തരം അവസരങ്ങളിൽ അവയെ തരണം ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. അതിനാൽ അതിൻ്റെ ഉപായം പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ്. അത് അടുത്ത അധ്യായത്തിൽ.